ആദ്യം വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വെള്ളക്കെട്ടിൽ അഞ്ചുകുന്ന് വെള്ളരിവയലിൽ 10-ലേറെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. നിലവിൽ പുഴ കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറിയതോടെ കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്കുള്ള പാത അടച്ചു. മഴക്കെടുതിയിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികളുമായി പ്രിയങ്ക ഗാന്ധി കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പ്രിയങ്ക എക്സിൽ കുറിച്ചു. ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ. ദീപക്, നിലവിലെ സാഹചര്യം എന്താണ്? ശക്തമായ മഴ തുടരുന്നുണ്ടോ? ഒപ്പം ഈ വെള്ളക്കെട്ടിൽ അഞ്ചുകുന്ന് വെള്ളരിവയലിൽ 10-ലേറെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വരുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ശ്രുതി, വയനാട്ടിൽ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെഡ് അലർട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് അഞ്ചുകുന്നിലുള്ള വെള്ളരിവയൽ മൊട്ടമ്മൽ ആദിവാസി നഗറിലാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു കുന്നിൻ മുകളിലാണ്. ചുറ്റും കനത്ത മഴയെ തുടർന്ന് ചുറ്റും മഴ പെയ്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 9-ലേറെ വീടുകളുണ്ട്. ഈ 9-ലേറെ വീടുകളിലും 10-ലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ ഒരു ചങ്ങാടത്തിൽ പ്രദേശവാസികൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ചങ്ങാടത്തിലാണ്. ഇവിടെ ഇപ്പോൾ പ്രദേശവാസികളുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ചേട്ടാ ഇവിടെ സ്ഥിതി? മൊത്തത്തിൽ വെള്ളമൊക്കെ വെള്ളം ഇപ്പോൾ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല ആയിട്ട് ഇതാണ്. ചുറ്റും വെള്ളമാണ്. ഇപ്പോൾ കടക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ പാണ്ടി കൊണ്ട് ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് ഇല്ലാണ്ട് ധരിക്കുക. രാത്രി ഉറക്കില്ല തന്നെ. ഒരാഴ്ചയായി വെള്ളം കയറിയിട്ട്. പഞ്ചായത്തിൽ നിന്നൊക്കെ ആള് വന്നോ? പഞ്ചായത്തിൽ നിന്ന് പ്രൊമോട്ടർമാർ വന്നു, ഒരു സഹായം ചെയ്തു. ചങ്ങടത്തിൽ ഈ മക്കളെയും കൊണ്ട് എന്താക്കാനാ സാറേ? മറ്റായിട്ട് ഇവിടെ ഇരിക്കുക. ഈ പ്രദേശവാസി പറയുന്നത് പോലെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് ഈ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ചങ്ങാടത്തിൽ പോകുക എന്ന് പറയുന്നത് ഇവരുടെ സുരക്ഷയെ ബാധിക്കും, വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോണിയോ അങ്ങനെ എന്തെങ്കിലും ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഇവിടെ എത്തിച്ച് ഇവിടെ നിന്ന് പുറം ലോകത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്താ അമ്മ സ്ഥിതി? ഇവിടെ എങ്ങനെയാണ് വെള്ളം? എല്ലാ പ്രാവശ്യം വെള്ളം കയറുന്നത്? എല്ലാ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലമൊന്നും വെള്ളം കയറില്ലായിരുന്നു. ഈ പ്രാവശ്യം 2-3 പ്രാവശ്യം വെള്ളം കയറിയിട്ടും കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഓർക്ക പുറത്താണ് ഇത്തരം വെള്ളം കയറിയത്. വെള്ളം കയറി ഞങ്ങൾ കുടുങ്ങൂല? വെള്ളം കയറിയാൽ കുടുങ്ങാണ്ട് എന്താ? ഞങ്ങൾ പോയാൽ തന്നെ ഞങ്ങൾ ചോദിക്കാൻ വരെ ആരുമില്ല. ആർക്കും ചോദിക്കാനും അവർക്കും ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. വെള്ളം കുറവായിരുന്നു. ഇന്നലെ കുറവായിരുന്നു. പിന്നെയും വെള്ളം കയറി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും ഞങ്ങളിപ്പം കൊണ്ടുപോകാനും ഒരു വഴിയില്ലാതെ പിന്നെ ഒന്നുമില്ല. ഞങ്ങൾ തോണിയോ പാണ്ടിയുണ്ട്. പാണ്ടിയിൽ എന്തായാലും കടത്തില്ല ഞങ്ങൾ. ഈ ചെക്കന്മാർ പോകുമ്പോൾ അല്ല മക്കളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കൈവിട്ട് പോയാലും നമുക്ക് പെട്ടെന്ന് തപ്പി പിടിക്കാനാവില്ലല്ലോ. ഇത് 2-3 ഉയരത്തിൽ വെള്ളം കയറുമ്പോൾ ഒന്നിനും പറ്റില്ല ഞമ്മക്ക്. നിങ്ങളെ വീടുകൾക്ക് ചുറ്റും വെള്ളം അതിൽ ചുറ്റും വെള്ളം. പുറത്തൊക്കെ പോകാനൊന്നും പറ്റില്ല. ബാത്റൂം ഉള്ളതിനെ കൊണ്ട് രക്ഷ. കുടിക്കാൻ വെള്ളമാണെങ്കിൽ കുടിക്കാനില്ല. പിന്നെ കിണർ ഇടിഞ്ഞു പോയി. ഇപ്പം ഞങ്ങൾ വെള്ളതാ വെച്ചോണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കുടിച്ചോണ്ടിരിക്കുന്നത്. അത് കുടിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ തൊണ്ട വേനൊക്കെ കൂടുക. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താക്കുക, ഞങ്ങൾക്ക് മാറ്റം ചെയ്യണം. ശ്രുതി, നേരത്തെ അവർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഇവർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. 4 കമ്പുകൾ നാട്ടി അതിന് നടുവിലായി ഒരു തുണി കെട്ടി താഴെയായിട്ട് കലം വെച്ചിട്ടുണ്ട്. ഈ കലത്തിലേക്കാണ് മഴവെള്ളമാണ് ഇവർ കുടിക്കാനെടുക്കുന്നത്. മാത്രമല്ല ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ എത്തി ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം. നിരവധി കുട്ടികളും സ്ത്രീകളും എല്ലാമുള്ള ഒരു ആദിവാസി നഗറാണിത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധിക നേരം ഇവിടെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല. കൂടുതൽ മഴ കനത്താൽ ഇനിയും ഇവരുടെ ജീവിതം ദുസ്സഹമാവും. ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അധികൃതർ ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നാണ് ഇവർ പറയുന്നത്. ശ്രുതി, ദീപക് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മറുവശത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അങ്ങോട്ട് എത്തുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത്, അവിടെ നിന്നവർ പറഞ്ഞത് ഇവർ പോകാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് പഞ്ചായത്ത് അധികൃതർ വന്നിരുന്നു എന്നല്ലോ പറഞ്ഞിരുന്നത്. എന്താണ് അധികൃതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? അവർ അവിടെ എത്തിയിരുന്നോ? ഇവരെ മാറ്റാനുള്ള നടപടികൾ നടത്തിയിരുന്നോ? പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് എന്താ അവർ പറഞ്ഞു? അവർ ഇന്നലെ വൈകുന്നേരം വന്നു. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തോണി കൊണ്ടുവരാന്ന്. രാവിലെ തോണി കൊണ്ടുവന്നോ? രാവിലെ തോണി കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് പിന്നെ നമ്മൾ എത്താത്ത കൊണ്ട് പിന്നെ അവരെ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ തോണി കൊണ്ടുവരാന്നാ പറഞ്ഞ. പിന്നെ നമ്മൾ അങ്ങനെ കുഴപ്പമൊന്നും കാണാത്ത കൊണ്ട് നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ കുട്ടികളും സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് മാറണ്ടേ? അതെന്തായാലും മാറേണ്ടി വരും. ഇപ്പൊ ഇവർക്കെല്ലാം മാറണം എന്നല്ലേ പറയുന്നത്. ഇപ്പൊ എന്തായാലും മാറണം. പഞ്ചായത്താരെ വിളിച്ചിട്ട് വേഗം വരാൻ പറയാല്ലേ? ഇനിയിപ്പൊ അങ്ങനെയല്ലേ രക്ഷയുള്ളൂ. ജീവിക്കുന്ന പിള്ളേരൊക്കെ ഉള്ളപ്പോ നമുക്ക് പേടിക്കണം.
രാത്രി സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല. അത് പിള്ളേരൊന്നും ഇല്ല, നമുക്ക് പേടിക്കണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പൊ പേടിക്കണം. എല്ലാ വർഷവും ഇങ്ങനെയാണോ? കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് കഴിഞ്ഞ വർഷം കയറില്ല, അതിന് മുന്നത്തെ വർഷം കയറിയല്ലോ വലിയ വെള്ളപ്പൊക്കം. അപ്പം ക്യാമ്പിലായിരുന്നു. അത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും. ശ്രുതി, ദൃശ്യങ്ങളിൽ കാണാം ഇവരുടെ ഈ ആദിവാസി നഗറിന് മുൻപിലുള്ള ഒരു വഴിയാണ്. ഈ വഴി നേരെ ഇറങ്ങിച്ചെല്ലുന്നത് ഒരു വയൽ പോലുള്ള ഒരു പ്രദേശത്തേക്കാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ അവരുടെ ചങ്ങാടമുള്ളത്. ഇതിവർ താൽക്കാലികമായി നിർമ്മിച്ച ചങ്ങാടമാണ്. ഈ ചങ്ങാടത്തിലാണ് ഇവർ ഇപ്പോൾ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. ഇവിടെ നിന്നൊരു കയർ കുറച്ചകലെയായി ഒരു റബ്ബർ തോട്ടത്തിലെ ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ട്. ആ കയർ പിടിച്ചാണ് വളരെ അപകടാവസ്ഥയിലാണ് ഇവരുടെ ജീവിതം എന്ന് തന്നെ പറയാം. എത്രയും വേഗം ഇവരിവിടുന്ന് മാറ്റണമെന്നാണ് പറയുന്നത്. ഇന്നലെ പഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചില്ല. കൂടുതൽ വെള്ളം എത്തുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്ന് മാറിയാൽ മതി എന്നാണ് പറയുന്നത്. വയനാട്ടിലെ ഒരു ആദിവാസികളുടെ ഒരു അവസ്ഥയാണിത്. വയനാട്ടിലെ ഭൂമികളുടെ അവകാശികൾ തന്നെയാണ് ഇവർ. പക്ഷേ ഇപ്പോഴും അവർ ഈ പുഴയ്ക്കരികിൽ ഇത്തരത്തിൽ മഴവെള്ളം വരുന്ന സമയത്ത്, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വലിയ ദുരിതത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി കുടുംബങ്ങൾ. എത്രയും വേഗം അധികൃതർ ഇവിടെ എത്തി ഇവരെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ശ്രുതി, ദീപക്, അതായത് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആവശ്യമെങ്കിൽ വന്നാൽ മാറ്റാമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എന്നാണോ പറയുന്നത്? അപ്പോൾ കഴിഞ്ഞ ഇതിന് മുൻപ് ഉണ്ടായ പ്രളയത്തിൽ അവിടെ വെള്ളം കയറിയിട്ടുള്ള സ്ഥലമാണ്, ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അത് കാണുമ്പോൾ തന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണെന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. അതായത് കൂടുതൽ കയറാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. റെഡ് അലർട്ടാണ് വയനാട്ടിൽ, കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുമായി നമ്മളും ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ. ശ്രുതി, 2018 വലിയ പ്രളയം വന്ന സമയത്ത് ഇവർ ഇവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഇവിടെ വെള്ളം കയറി ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തി ഇവരുമായി സംസാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ഇവർക്ക് പുറം ലോകത്തേക്ക് പോകാൻ ഇവരുണ്ടാക്കിയ താൽക്കാലികമായ ചങ്ങാടം മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും അതിൽ കയറി പോകുന്നത്. സുരക്ഷയില്ലാത്ത കാര്യം ഉള്ളതുകൊണ്ട് അതിൽ കയറാതെ ഇവർ വീട്ടിൽ തന്നെ നിന്നത്. നാളത്തേക്ക് മഴ കുറയുകയാണെങ്കിൽ ഞങ്ങൾ മാറേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇന്നത്തേക്ക് സ്ഥിതിഗതികൾ മാറി. കനത്ത മഴ പെയ്തു, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് പഞ്ചായത്തിൽ നിന്ന് ആരും എത്തിയിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഇവർക്ക് സുരക്ഷയോടുകൂടി ഇവിടെ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ളവർക്ക് പുറത്തേക്ക് ഒരു തോണിയിൽ കടത്തി വിടുകയാണെങ്കിൽ മാത്രമേ ഇവർ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകുകയുള്ളൂ എന്നാണ്. അതേസമയം ഇവരിവിടെ താൽക്കാലികമായി നിർമ്മിച്ച ഈ ചങ്ങാടം ഉപയോഗിച്ച് ഇവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ അപകടത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്നും ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഏതായാലും പഞ്ചായത്ത് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തുള്ള അവർ എത്താമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റുകൾ തരാവുന്നതാണ്. ശ്രുതി, തീർച്ചയായിട്ടും. എന്തായാലും പഞ്ചായത്ത് അധികൃതർ എന്ത് നീക്കമാണ് നടത്തുന്നതെന്ന് കൂടി നോക്കാം. ദീപക്കിലേക്ക് നമുക്ക് അതിനനുസരിച്ച് മടങ്ങിയെത്താം. വയനാട് ജില്ലയിലെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. റെഡ് അലേർട്ടാണ്. വെള്ളക്കെട്ടിൽ അഞ്ചുകുന്ന് വെള്ളരിവയലിൽ 10-ലേറെ ആദിവാസി കുടുംബങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഒറ്റപ്പെട്ട് ഇരിക്കുന്നത്. നിലവിൽ പുഴ കരകവിഞ്ഞ റോഡിൽ വെള്ളം കയറിയതോടെ കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്കുള്ള പാത അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മഴക്കെടുതിയിൽ മരിച്ചവർക്ക് പ്രിയങ്ക ഗാന്ധി ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ദീപക് മോഹൻ നൽകി.